ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തുടർന്നു വരുന്ന 3 വർഷങ്ങൾ ഏറ്റവും മഹത്തരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള പുരുഷോത്തമ മാസത്തിൻ്റെ ആരംഭമാണ് ഇന്നു മുതൽ. 33 ദീപങ്ങൾ മാത്രം നമ്മൾ ഈ ഒരു 30 ദിവസത്തിനിടയിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ വീട്ടിലോ ക്ഷേത്രത്തിലോ നദിയിലോ സമർപ്പിച്ചാൽ കോടി പുണ്യമാണ് നമ്മളെ തേടി വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ 33 ദീപദാനത്തെക്കുറിച്ചും എന്താണ് പുരുഷോത്തമ മാസമെന്നും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. എന്താണ് പുരുഷോത്തമ മാസം അല്ലെങ്കിൽ അധിക മാസം എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. അധിക മാസം നമുക്കറിയാം, സൗരവർഷം എന്ന് പറയുന്നത് 365 ദിവസവും ചന്ദ്രവർഷം എന്ന് പറയുന്നത് 354 ദിവസവുമാണ്. 11 ദിവസത്തെ വ്യത്യാസമാണ് ഈ വർഷത്തിനിടയ്ക്ക് വരുന്നത്. അങ്ങനെ വരുമ്പം 3 വർഷം കൂടുമ്പം നമ്മളിത് ഒന്നിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് 33 എന്നുള്ളത് ആക്കിയെടുക്കും. അങ്ങനെ വരുന്ന ആ ഒരു 33 ദിവസത്തെയാണ് അധിക മാസം പുരുഷോത്തമ മാസം എന്നുള്ളതാക്കി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അതായത് 13 മാസമുള്ള ഒരു വർഷം നമുക്ക് 3 വർഷം കൂടുമ്പം റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കും. 2023 അത് കഴിഞ്ഞിപ്പം 2026 നമുക്ക് ഈ ഒരു അധിക മാസം വന്നിരിക്കുന്നത്. ഈ ഒരു മാസം മുഴുവനായിട്ടും സാക്ഷാൽ വിഷ്ണു ഭഗവാന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന മാസമാണെന്നാണ് പറയുന്നത്. വളരെ 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 പവർഫുള്ളായിട്ടുള്ള നമ്മുടെ വൈശാഖ മാസത്തെ പോലെ അല്ലെങ്കിൽ കാർത്തിക മാസത്തെ പോലെയൊക്കെ അതിലും 100 ഇരട്ടി ഫലം നമുക്ക് തരുന്ന മാസമാണ് ഈ ഒരു മാസം. ഈ ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് ദൈവ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. നമ്മുടെ നാരദ പുരാണത്തിൽ പറയുന്നത് മംഗളകാര്യങ്ങളൊന്നും പാടില്ലാത്തൊരു മാസമായതുകൊണ്ട് തന്നെ ഒരു ദേവന്മാരും ഈ ഒരു അധിക മാസത്തെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ വന്നപ്പം ആ ഒരു മാസത്തിനോട് കരുണ തോന്നി സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെ ഈ ഒരു അധിക മാസത്തിൻ്റെ അധിപതിയായി മാറി. അങ്ങനെയാണ് ഇതിന് പുരുഷോത്തമ മാസമെന്നുള്ള പേര് വന്നത്. ഈ മാസത്തിൽ ദീപം, ഭക്തി, ദാനം, അതായത് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രോച്ചാരണം, അതേപോലെ തന്നെ ദാനം ചെയ്യുക, ദീപം കൊളുത്തുക. ഈ 3 കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ ഫലം. ഒരു ദിവസത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വർഷത്തെ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം തരും. ഒരു ദീപം കൊളുത്തിയാൽ 33 ദൈവങ്ങളെ പ്രാർത്ഥിച്ച ഫലവും 33 ദീപങ്ങൾ കൊളുത്തിയാൽ 33 കോടി ദൈവങ്ങളെ പ്രാർത്ഥിച്ച ഫലവുമാണ് പുരുഷോത്തമ മാസത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ നമ്മൾ കല്യാണം, ഗൃഹപ്രവേശം, പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങുക അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളും ചെയ്യാറില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ സകല ശക്തികളും കാരുണ്യവും അനുഗ്രഹങ്ങളും ഈ ഒരു പുരുഷോത്തമ മാസത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ മാസങ്ങളിലെ എല്ലാ വർഷങ്ങളിലെ വ്രതങ്ങളെക്കാട്ടിലും തപസ്സുകളെക്കാട്ടിലും മന്ത്രോച്ചാരണത്തെക്കാട്ടിലും കൂടുതൽ ഈ ഒരു മാസം ശ്രേഷ്ഠവും പവിത്രവുമാകുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമ്മൾ ഭക്തിക്ക് വേണം ഈ ഒരു മാസം പ്രാധാന്യം കൊടുക്കാൻ, ദീപം കൊളുത്താൻ വേണം ഈ ഒരു മാസം പ്രാധാന്യം കൊടുക്കാൻ, ദാനം കൊടുക്കാൻ വേണം നമ്മൾ ഈ ഒരു മാസം പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ വർഷത്തെ പുരുഷോത്തമ മാസത്തിൻ്റെ ആരംഭം 2026 മെയ് 17 ഞായറാഴ്ച തുടങ്ങി 2026 ജൂൺ 15 വരെയാണ് ഈ വർഷത്തെ നമ്മുടെ അധിക മാസം. അതായത് ജ്യേഷ്ഠമാസം റിപ്പീറ്റ് ചെയ്യുന്നു വീണ്ടും 30 ദിവസം കൂടി. ഇവിടെ സൂര്യന് പ്രത്യേകിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു സംക്രമണമൊന്നുമില്ല. സാധാരണ മേടമാസം മാറുമ്പം മിഥുനത്തിലോട്ട് മാറുന്നു, അങ്ങനെ വരുന്ന പോലെ നമുക്കൊരു സംക്രമണമൊന്നും ഇവിടെ സംഭവിക്കില്ല. ജ്യേഷ്ഠമാസം 30 എന്നുള്ളത് 60 ദിവസങ്ങളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു അധിക മാസത്തിലെ 30 ദിവസങ്ങളിൽ വരുന്ന പൗർണമി, അമാവാസി, പ്രദോഷം,
ഏകാദശി ഇവയ്ക്കൊക്കെ സാധാരണ ഉള്ളതിനേക്കാൾ ഇരട്ടി ഫലം ലഭിക്കും. സോ ഈ ഒരു അധിക മാസത്തിൽ, ഈ ഒരു മെയ് 17 മുതൽ ജൂൺ 15 വരെയുള്ള ആ കാലയളവിനുള്ളിൽ വരുന്ന ശ്രേഷ്ഠമായ എല്ലാ ദിവസങ്ങളിലെയും വ്രതങ്ങൾ എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതേപോലെ തന്നെ ഈ മാസം കംപ്ലീറ്റ് ആയിട്ട് നോൺ വെജ് അവോയ്ഡ് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അത് എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ളപ്പം നമുക്ക് അമാവാസി, പൗർണമി, ചതുർദശി, നവമി, അതായത് വെളുത്ത പക്ഷത്തിലും കറുത്ത പക്ഷത്തിലും വരുന്ന ചതുർദശി, നവമി, ഏകാദശി, പ്രദോഷം ഇതുപോലെയുള്ള സമയങ്ങളിൽ നമ്മൾ നോൺ വെജ് ഒഴിവാക്കി വ്രതമെടുക്കുകയോ ക്ഷേത്ര ദർശനം നടത്തുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു അധിക മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ലളിതമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. 33 ദീപദാനം, അതിനെക്കുറിച്ച് ആദ്യം പറയാം. ഈ 33 ദീപദാനം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള തുളസി ചുവട്ടിൽ കത്തിച്ചു വെക്കാവുന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ ആൽമരത്തിൻ്റെ ചുവട്ടിൽ കൊളുത്തി വെക്കാവുന്നതാണ്. വലിയ വലിയ ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുമ്പം ആ ക്ഷേത്രത്തിൽ ആ ദേവതയ്ക്ക് നമുക്ക് 33 ദീപങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ നദികൾക്ക്, ഇപ്പോൾ ഗംഗാ നദി പോലെയുള്ള നദീ സ്നാനത്തിന് പോകുന്നവർക്ക് അവിടെ നമുക്ക് 33 ദീപങ്ങൾ ദാനം ചെയ്യാം. അപ്പം നാളെ മുതലാണ് തുടങ്ങുന്നത്. ഈ ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പുണ്യ നദികളിൽ കുളിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. സൂര്യ ഉദയത്തിന് മുൻപ്, ഈ ഒരു അധിക മാസത്തിൽ സൂര്യ ഉദയത്തിന് മുൻപ് എല്ലാ ദിവസവും ഉണർന്ന് നമ്മൾ ഗംഗാ തീർത്ഥത്തിൽ കുളിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. അതായത് ഗംഗ, സിന്ധു, കാവേരി, യമുന, സരസ്വതി ഇതുപോലെയുള്ള നദികൾ. അപ്പോൾ ഈ നദികളിൽ പോയി നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് ചിലപ്പോൾ എല്ലാ ദിവസവും കുളിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഗംഗാജലം വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ട് എല്ലാ ദിവസവും കുളിക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യുക. അങ്ങനെയല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം കയ്യിലെടുത്ത് ഗംഗേ ജൈമിനേ ജൈവ ഗോദാവരി നർമ്മദേ സരസ്വതി സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരുപ്പം 7 സപ്തനദികളുടെയും സാന്നിധ്യം ആ ജലത്തിൽ വരികയും നമ്മളത് കുളിക്കുന്ന വെള്ളത്തിൽ ആഡ് ചെയ്ത് കുളിക്കുമ്പം പുണ്യ നദികളിൽ കുളിച്ചിട്ടുള്ള ആ ഒരു ഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതിനോടൊപ്പം നമ്മൾ എല്ലാ ദിവസവും ഭഗവാൻ ശ്രീകൃഷ്ണൻ, വിഷ്ണു ഭഗവാൻ, ശ്രീരാമസ്വാമി, അതായത് ഭഗവാൻ മഹാവിഷ്ണു, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവതാരങ്ങൾ, ഇതിൽ ഏത് ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹമാണോ നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പോൾ വൈശാഖ മാസത്തിൽ തുടർച്ചയായി എല്ലാ ദിവസവും ഭഗവാൻ ശ്രീകൃഷ്ണന് മുമ്പിൽ ദീപം കൊളുത്തിക്കൊണ്ടിരുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തോളൂ ജൂൺ 15 വരെ. എന്നിട്ട് നമ്മൾ പച്ചരിയോ കുത്തരിയോ എന്തെങ്കിലും ഒരരി, അതായത് നമ്മൾ എല്ലാ ദിവസവും ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. അപ്പം ചിലപ്പം എല്ലാ ദിവസവും നമുക്ക് ചിലപ്പം ദാനം ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ 1 കിലോ അരി മേടിക്കുക, പച്ചരിയോ കുത്തരിയോ. എല്ലാ ദിവസവും വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ടിരുന്ന് വിളക്കൊക്കെ ഭഗവാന് മുൻപിൽ കൊളുത്തിയതിന് ശേഷം 1 പിടി അരി നമ്മുടെ വലതേ കയ്യിൽ പിടിച്ചിട്ട് 33 പ്രാവശ്യം ഓം നമോ പുരുഷോത്തമായ നമ എന്നുള്ള മന്ത്രം ചൊല്ലുക. ചൊല്ലി ആ അരി എന്തെങ്കിലും ഒരു ബോട്ടിലിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലോ ഇട്ട് കെട്ടിവെച്ചിരിക്കുക. ഈ ഒരു പുരുഷോത്തമ മാസം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾക്ക് ഈ ഒരു പ്രക്രിയ ചെയ്യാം. പീരിയഡ്സ് പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ മുടങ്ങും, അത് നോക്കണ്ട. എന്നിട്ട് ജൂൺ 15 തീയതി പുരുഷോത്തമ മാസത്തിൻ്റെ അവസാനത്തെ ദിവസം അതിനോടൊപ്പം കുറച്ചുകൂടി ഇട്ടിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപ്പ്, ധാന്യങ്ങൾ, പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് ഏതെങ്കിലും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് കൊടുക്കുക. എല്ലാ ദിവസവും ഈ ഒരു പുരുഷോത്തമ മാസത്തിൽ ദാനം ചെയ്ത ഫലവും നമുക്ക് കിട്ടും. നമ്മൾ ഇതിൻ്റെ അവസാന ദിവസം ദാനം ചെയ്യുമ്പം ഒരല്പം കൂടി വസ്തുക്കൾ ഇതിനോട്ട് ആടും കൂടി ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പരമ പുണ്യമാണ് ലഭിക്കുന്നത്. ഇപ്പം നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് പോകുന്ന വഴിയിൽ ആർക്കെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കുപ്പിവെള്ളം വാങ്ങിച്ചു കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഈ അരി സമർപ്പിക്കുന്നത് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും അരിയോ പച്ചക്കറിയോ കഴിക്കുന്ന സാധനങ്ങളോ ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളവർക്ക് ഈ ഒരു അരിദാനം നമ്മളെ വീട്ടിൽ ചെയ്യേണ്ടുന്ന കാര്യമില്ല. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം 33 പ്രാവശ്യം ഈ ഒരു മന്ത്രം ചൊല്ലി എടുത്തു വെക്കുന്ന അരി നമ്മൾ ദാനം കൊടുക്കണം. ദാനം കൊടുക്കുമ്പോൾ അതിനുള്ളിൽ ഒരു 11 രൂപയോ 3 രൂപയോ 5 രൂപയോ നാണയങ്ങൾ, അത് നോട്ടായിട്ട് നാണയങ്ങളായിട്ടും കൂടി ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ വളരെ മഹത്തരമായിട്ടുള്ള ഫലം നമുക്ക് തരുന്ന ഒന്നാണ്.
അപ്പം ഈ ഒരു മാസം മുഴുവൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചൊല്ലേണ്ടത് ഓം നമോ പുരുഷോത്തമായ നമ എന്നുള്ള ഭഗവാന്റെ മന്ത്രം. പിന്നെ അടുത്തതായിട്ടുള്ളത് നമ്മുടെ 33 ദീപങ്ങൾ ദാനം ചെയ്യുന്നത്. അത് നമുക്ക് വീട്ടിൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിലെ തുളസി ചുവട്ടിൽ നമുക്ക് കൊളുത്താം, ക്ഷേത്രത്തിലോ നദീതീരങ്ങളിലോ നമുക്ക് കൊളുത്താവുന്നതാണ്. അത് നെല്ലിക്ക ദീപം കൊളുത്താം, പുതിയ 33 മൺവിളക്ക് വാങ്ങിച്ച് അതിൽ ദീപം കൊളുത്താം. അങ്ങനെയല്ലെങ്കിൽ അരിമാവ് കൊണ്ട് നമ്മൾ മാവിളക്ക് കൊളുത്തുന്നത് പോലെ വളരെ ചെറിയ 33 മാവിളക്കുണ്ടാക്കി അതാണെങ്കിലും എടുത്താൽ മതിയാവും. നെയ്യോ നല്ലെണ്ണയോ നമുക്ക് ഒഴിക്കാവുന്നതാണ്. ഇതെടുത്ത് ഈ 33 ദീപങ്ങളും കൊളുത്തി വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആ തുളസി ചുവട്ടിൽ തുളസിക്ക് ജലമൊക്കെ സമർപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ 33 ദീപം കൊണ്ട് തുളസിക്ക് ആരതി എടുത്ത് തുളസി ചുവട്ടിൽ ഇത് വെക്കാം. ക്ഷേത്രത്തിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിനുള്ളിൽ കയറി നമ്മൾ ഈ 33 ദീപങ്ങളും ഏത് രീതിയിൽ നിങ്ങൾ കൊളുത്താൻ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ കൊളുത്തി ആ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് നമുക്ക് വെളിയിൽ നിന്ന് ആരതി എടുത്തതിന് ശേഷം അത് നമുക്ക് അവിടെയുള്ള ആൽമര ചുവട്ടിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്ത് വെക്കാൻ അവർ സമ്മതിക്കുമെങ്കിൽ അവിടെയോ വെക്കാം. ഇനി ഈ പറയുന്നത് പോലെ ജലത്തിന് നമുക്ക് ജലദാനം ചെയ്യാം. ജലത്തിന് നമുക്ക് ദീപദാനം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വാഴപ്പോളയിൽ ഇതുപോലെ 33 ദീപങ്ങൾ വെച്ചിട്ട് നമുക്ക് ജലത്തിന് ദീപം ആദ്യം നമ്മൾ ആരതി എടുത്തിട്ട് ആ ജലത്തിൽ നമുക്ക് ഈ ഒരു ദീപം നമുക്ക് കൊളുത്തി ഒഴുക്കി വിടാവുന്നതാണ്. പക്ഷേ ഒന്നിച്ച് ചെയ്യണം. ഇത് ഓരോ ദിവസം ഓരോ ദീപം വെച്ച് 33 അങ്ങനെയല്ല, ഒറ്റ ദിവസം 33 ദീപവും കൊളുത്തി ദാനം ചെയ്യുന്നതിലാണ് അതിൻ്റെ ഫലം നമുക്ക് പൂർണ്ണമായിട്ടും ലഭിക്കുന്നത്. അതേപോലെ ഈ ഒരു പുരുഷോത്തമ മാസം തീരുന്നത് വരെ, അതായത് ഇന്ന് മുതൽ ജൂൺ 15 വരെ എല്ലാ ദിവസവും പീരിയഡ്സ്, പുല, വാലായ്മ പോലെയുള്ള കാര്യങ്ങളില്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ സന്ധ്യയ്ക്ക് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം തുളസി ചുവട്ടിൽ ദീപം കൊളുത്തി വെച്ച് തുളസിയെ തൊട്ട് തൊഴുത് പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ മാസം എല്ലാ ദിവസവും തുളസിക്ക് ജലം സമർപ്പിച്ച് ദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം ഏതാണെന്ന് പറഞ്ഞു, കൊളുത്തേണ്ടുന്ന ദീപത്തിൻ്റെ മഹിമ, കുളിക്കേണ്ടുന്ന രീതി, തുളസിയില ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച്. പിന്നെ ഈ ഒരു മാസം നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം, നോൺ വെജ് ഒഴിവാക്കുന്നത് ഞാൻ പറഞ്ഞു. അത് എത്ര പേർക്ക് സാധിക്കുമോ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ മുടി വെട്ടുക, നഖം വെട്ടുക, വഴക്കിലേർപ്പെടുക, കള്ളം ചെയ്യുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഈ ഒരു മാസം നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്യണം. ഇപ്പോൾ കേരളത്തിലുള്ളവർ സാധാരണയായിട്ട് വിവാഹമൊക്കെ നടത്തുന്ന ഒരു മാസമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം ആരും ഇതത്ര ശ്രദ്ധിച്ചുവെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ ഇനി ഒരു ഡിസിഷൻ എടുക്കാൻ ഇരിക്കുകയാണ്, നിങ്ങളുടെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ടോ പുതിയൊരു വാഹനം മേടിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയല്ല വിവാഹത്തിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്യാം. മാറ്റി വെച്ചാലോ എന്നുള്ള ഒരു റീതിങ്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഈ ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഭഗവാൻ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. പിന്നെ ഈ ഒരു അധിക മാസത്തിൽ വരുന്ന പൗർണമി നാളിലോ ഏകാദശി ദിവസങ്ങളിലോ തിരുവോണം നക്ഷത്രം വരുന്ന ദിവസങ്ങളിലോ സത്യനാരായണ പൂജ ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമാണ്. അപ്പോൾ ഞാനിതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ കഴിയുന്നത്ര, പക്ഷേ ഇപ്പം വെക്കേഷൻ സമയമൊക്കെ ആയതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ തീർത്ഥാടനം പോലെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്കൂൾ തുറക്കുന്നതിന് മുൻപായിട്ട് പറ്റുന്നത്ര ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് ദർശനം നടത്താവുന്നതാണ്. ഭയങ്കര പുണ്യം ലഭിക്കും അത്. അതേപോലെ തന്നെ ഈ ഒരു മാസം തീരുന്നതിനുള്ളിൽ കഴിയുന്നത്ര നമ്മൾ കൃഷ്ണ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് വളരെ ഉത്തമമാണ്. പ്രത്യേകിച്ച് ഗുരുവായൂരൊക്കെ പോകുന്നത് വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു മാസം, ഈ ഒരു അധിക മാസം, ഈ ഒരു പുരുഷോത്തമ മാസം നമ്മൾ ഭഗവത്ഗീത, ഭാഗവതം, വിഷ്ണു സഹസ്രനാമം പോലെയുള്ള പുസ്തകങ്ങൾ ദാനം കൊടുക്കുന്നത്, വായിക്കുന്നതൊക്കെ വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതുമാത്രവുമല്ല, ഈ ഒരു ഭാഗവതമൊക്കെ നമ്മൾ ദിവസം ഒരു ചാപ്റ്റർ വെച്ചെങ്കിലും നിങ്ങളൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കണം ഈ ഒരു പുരുഷോത്തമ മാസത്തിൽ. നമ്മുടെ വീട്ടിലുള്ള വ്യക്തികൾ അവരൊക്കെ എത്ര മുൻജന്മ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മാസം കൂടിയിട്ടാണ് 3 വർഷത്തിലൊരിക്കൽ വരുന്ന ഈ ഒരു പുരുഷോത്തമ മാസം എന്ന് പറയുന്നത്.
അപ്പം എല്ലാവരും ഈ ഒരു മാസത്തെ കഴിയുന്നത്ര ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഇതൊക്കെ നമ്മൾ ബാങ്കിൽ പൈസ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് പോലുള്ള ഡിപ്പോസിഷനാണ്. ഇതിൻ്റെയൊക്കെ ഫലം ഇൻട്രസ്റ്റ് നമുക്ക് ആ ഒരു സമയത്ത് കിട്ടിക്കൊണ്ടേയിരിക്കും. എന്നാൽ പോലും അതിൻ്റെ ആ ഒരു മെയിനായിട്ടുള്ള FD ബാങ്കിൽ തന്നെ കിടക്കും. നമുക്ക് ഇൻട്രസ്റ്റേ കിട്ടുന്നുള്ളൂ, ഡിപ്പോസിറ്റ് അവിടെ കിടക്കും. അത് നമുക്ക് നമ്മുടെ മക്കൾക്ക് മുന്നോട്ട് പോകുന്ന 7 തലമുറകൾക്ക് അത് വളരെ വളരെ സഹായകമാകുന്നൊരു കാര്യമായിരിക്കും. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് നമ്മുടെ മക്കൾക്ക് കിട്ടുന്നത് എന്നുള്ള ഓർമ്മയിൽ എല്ലാവരും കഴിയുന്നത് പോലെ ഈ ഒരു പുരുഷോത്തമ മാസത്തെ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും ഐശ്വര്യമുണ്ടാകും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.